എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഖത്തറിലെ മനോഹരമായ മ്യൂസിയങ്ങളിൽ ഒന്നായ ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയം കാണാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു മ്യൂസിയത്തിൽ കയറുന്നതിന് ഒരാൾക്ക് 50 ഖത്തർ റിയാലാണ്, കുട്ടികൾക്ക് ഫ്രീ ആണ്. മൊത്തത്തിൽ 3 മ്യൂസിയമാണ് ദോഹയിലുള്ളത്. ഖത്തർ നാഷണൽ മ്യൂസിയം, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്, ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയം. അപ്പോൾ നമുക്ക് ഈ 3 മ്യൂസിയത്തിൻ്റെയും ടിക്കറ്റ് ഒരുമിച്ചെടുക്കാൻ പറ്റും. 100 ഖത്തർ റിയാൽ കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഈ 3 മ്യൂസിയത്തിലും കയറാൻ പറ്റും. ഈ ഒരു മ്യൂസിയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്പോർട്സ് മ്യൂസിയങ്ങളിൽ ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ ഈ മ്യൂസിയം ദോഹയിലെ ആസ്പെയർ സോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മ്യൂസിയം നിർമ്മിച്ചത്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഫെറാറിയുടെ ഒരു F1 കാറാണ്. പിന്നെ കാണുന്ന പോർഷയുടെ 911 SC RS റാലി കാറാണ്. 1984 മുതൽ 85 വരെ മിഡിൽ ഈസ്റ്റിലെ റാലിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു കാറാണിത്. ഈ മ്യൂസിയം ആളുകൾക്ക് തുറന്നു കൊടുത്തത് 2022 മാർച്ച് 30-നാണ്. ഇതിന്റെ ഇനോഗ്രേഷൻ നടത്തിയത് ഖത്തർ അമീറായ തമീം ബിൻ അഹമ്മദ് അൽത്താനിയാണ്. ഇവിടുന്ന് നേരെ 7th ഫ്ലോറിൽ കയറി അവിടെ നമുക്ക് മൊത്തം കാണാൻ പറ്റുന്ന ഫോർമുല 1ന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയാണ് കാണിച്ചേക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന അന്ന മരിയ പെഡൂസി എന്ന ഫേമസ് ആയിട്ടുള്ള ഫീമെയിൽ റേസറിന്റെ ഹിസ്റ്ററിയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ മൊത്തം കാണിച്ചിരിക്കുന്ന ഫോർമുല 1ന്റെ കാര്യങ്ങളാണ്. അതിൽ ഫോർമുല 1ന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പണ്ട് കാലത്തെ ഒരു F1 റേസ് ആണ്. എന്തല്ലേ അന്ന് ആ ആൾക്കാർ അതിനകത്ത് പങ്കെടുത്തിരുന്ന ആൾക്കാരൊക്കെയാണ് ആ വീഡിയോയിൽ കാണുന്നത്. ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫോർമുല 1 ഇങ്ങനെയായിരുന്നു. എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുകയാണ്. ശരിക്കും അതിനകത്ത് പങ്കെടുത്ത ആൾക്കാരെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇന്ന് നമ്മൾ കാണുന്ന പോലെയല്ല, കണ്ട അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയായിരുന്നു അവിടെ ആ ഒരു ഫോർമുല 1ന്റെ റേസ് നടന്നിരുന്നത്. ആ വണ്ടിയൊക്കെ നോക്കി എന്ത് വ്യത്യസ്തമല്ലേ ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ. അവർ ആ ഒരു റേസ് വിൻ ചെയ്ത് വരുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷവും അല്ലേ, എന്ത് അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ അല്ലേ. പഴയ കാലഘട്ടത്തിലെ വീഡിയോ ആണെങ്കിലും നമുക്കും ഒരു സന്തോഷം തരുന്നു ആ വീഡിയോ കണ്ടിട്ട് അല്ലേ. എത്ര മനോഹരമായിട്ടുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന റേസ് മാർഷൽ എന്താണെന്നാണ്. F1 റേസിന്റെ നിയമങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ, അതുപോലെ തന്നെ ഡ്രൈവേഴ്സിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളാണ്. വിവിധ നിറത്തിലുള്ള ഫ്ലാഗുകൾ ഉപയോഗിച്ച് അവർ ഡ്രൈവേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ചെയ്യും. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫെർണാണ്ടോ അലൻസോയുടെ ഹെൽമെറ്റും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത ഒരാളുടെയും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നത് സെബാസ്റ്റ്യൻ വെറ്റിലിൻ്റെ അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ കാര്യങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നത് മൈക്കൽ ഷുമാക്കറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയും അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വിന്നിങ് മൊമെൻറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹിസ്റ്ററി ഓഫ് ഫെറാറി. അതിനകത്ത് നമ്മൾ മൈക്കൽ ഷുമാക്കറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ആ ഒരു വീഡിയോയുടെ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന F1 റേസിന് ഉപയോഗിക്കുന്ന ഒറിജിനൽ ടയറുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫെരാരിയുടെ സ്റ്റിയറിംഗ് വീൽസ് ആണ്. ആ ഒരു ട്രാക്ക് ഒരു 3D ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇവിടെ കുട്ടികൾക്കായിട്ട് ധാരാളം ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഓരോ ചാമ്പ്യൻഷിപ്പിനും കിട്ടിയ ട്രോഫിയൊക്കെയാണ് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു ട്രോഫി കാണാനായിട്ട്, നല്ല രസമുള്ള ട്രോഫി. ഇവിടെ അവരിട്ടിരുന്ന ഡ്രസ്സുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മക്കൾക്ക് രണ്ടാൾക്കും ഒരു അടിപൊളി ചാൻസ് ഒക്കെ കിട്ടി ഈ ഒരു സംഭവം ഓടിക്കാനായിട്ട്. ശരിക്കും നമ്മൾ ആ വണ്ടിയിലിരുന്ന് ഓടിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പം മക്കൾക്ക് രണ്ടാൾക്കും കിട്ടി. അങ്ങനെ ശ്രീഹാൻ അങ്ങനെ വണ്ടി ഓടിക്കുകയാണ്. കുറച്ച് സമയമേ കിട്ടിയുള്ളൂ അവന് വണ്ടി ഓടിക്കാനായിട്ട്. എന്നാലും അവനുള്ള സമയം നന്നായിട്ട് ഓടിച്ചു.
കാറിനകത്ത് ഇരിക്കുന്ന പോലെ തന്നെയാണ് അവർ ഇതിനകത്ത് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് ആണേലും ആ ഒരു കാലൊക്കെ നീട്ടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും അവർക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടപ്പെട്ടു. അവർക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. ഇവിടെ കുറേ സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഫുള്ള് F1 റേസിന്റെ ട്രോഫിയും അതിന്റെ വർഷങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഖത്തറിലെ റാലി ഡ്രൈവറായ സെയ്ദ് അൽ ഹജ്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കിങ് ഓഫ് ഡ്യൂൺസ് എന്നാണ് വിളിച്ചിരുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഫസ്റ്റ് റാലി ചാമ്പ്യൻ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കാറായിരുന്നു നമ്മൾ ആദ്യം കണ്ട പോർഷെ 911 SE RS. ഈ ഒരു കാർ ഉപയോഗിച്ചാണ് അദ്ദേഹം ചാമ്പ്യൻഷിപ്പ് നേടിയത്. നമ്മൾ ഒളിമ്പിക്സ് ഗ്യാലറിയിലേക്ക് കയറുകയാണ്. ഇവിടെ നമുക്ക് ഒളിമ്പിക്സിൻ്റെ ഹിസ്റ്ററിയും എന്നാണ് സ്പോർട്സ് തുടങ്ങിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് ഇവർ കാണിച്ചിട്ടുണ്ട്. ഫുള്ള് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഓട്ടോമൻ കാലഘട്ടം മുതലേ ഗെയിംസൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. പിന്നെ കുതിരകളെ വെച്ചാണ് ആ ഒരു കാലഘട്ടത്തിൽ അവർ ഗെയിംസൊക്കെ ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു ചെറിയ മോഡലൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുരാതന കാലം മുതൽ ഇന്ന് വരെയുള്ള ലോകത്തിൻ്റെ വിവിധ തരം സ്പോർട്സിൻ്റെ ചരിത്രങ്ങൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുരാതന കാലഘട്ടത്തിലെ റോമും യൂറോപ്പും ഗ്രീസും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു സമയത്ത് അവർ ചെയ്തിരുന്ന ഗെയിംസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തെ പ്രധാനമായും രണ്ടായിട്ടാണ് തിരിക്കുന്നത്. പുരാതന ഒളിമ്പിക്സ് അതായത് ഏൻഷ്യൻറ്റ് ഒളിമ്പിക്സ്, ആധുനിക ഒളിമ്പിക്സ് അതായത് മോഡേൺ ഒളിമ്പിക്സ്. പുരാതന ഒളിമ്പിക്സ് BC 776 പുരാതന ഗ്രീസിലെ ഒളിമ്പി എന്ന സ്ഥലത്താണ് ആരംഭിച്ചത്. ആദ്യം ഒളിമ്പിക്സിൽ 188 മീറ്റർ ഓട്ടത്തിന്റെ മത്സരമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് മറ്റു മത്സരങ്ങൾ ആഡ് ചെയ്തത്. ഇത് AD 393 വരെ തുടർന്നു. ആധുനിക ഒളിമ്പിക്സ് തുടങ്ങിയത് 1896 ഗ്രീസിലെ ഏതൻസിലാണ്. അതിന് നേതൃത്വം വഹിച്ചത് ഫ്രഞ്ച് പ്രഭുവായ ബാരൻ പിയറി ഡി കുബേർത്തേനാണ്. അദ്ദേഹത്തെ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. ഒളിമ്പിക്സിനെ 2 വിഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു. സമ്മർ ഒളിമ്പിക്സും വിന്റർ ഒളിമ്പിക്സും 1992 മുതൽ 2 വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത്. ഇതിൻ്റെ ആർട്ട് വർക്കൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴേ ആ ഒരു കാലഘട്ടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെയിനായിട്ട് ഗ്രീസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് കൂടുതലും. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ഓരോ ഉപകരണങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ധാരാളം സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റി. ഒരു അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം അത്രമാത്രം ഗെയിംസൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരുന്നത്. ഇതൊരു വെറൈറ്റി ഗെയിമായിരുന്നു. മരം കയറുന്ന ഒരു ഗെയിമായിരുന്നു. എന്തായാലും ശ്രീഹാനും നന്ദീഷേട്ടനും രണ്ടുപേരും കൂടി ഇരുന്ന് മരം കയറുകയാണ്. ഇവിടെ നമുക്കൊരു തബലയൊക്കെ കാണാൻ പറ്റി. അത് കണ്ടപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് അതിലൊന്ന് തട്ടാൻ തോന്നി.
ഈ വക സാധനങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഹിസ്റ്ററി അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ പുറകെ നടക്കുകയാണ്. ഇവർക്കൊന്നും അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഞാനാണ് അതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത്. അപ്പോൾ ഇവർ കിട്ടിയ ഗ്യാപ്പിൽ അവിടെ ഇരുന്ന് ഗെയിം കളിച്ച് തകർക്കുകയാണ്. ഇവിടെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അതേപോലെ നമുക്കിവിടെ ഒരു വലിയൊരു വാള് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പ്രത്യേക തരം വാളായിട്ട് നമുക്കത് തോന്നി. നോക്കി അല്ലേ? ഈ കാണുന്നത് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന റേസിംഗ് മോട്ടോർ സൈക്കിളാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അതിനൊരു പ്രത്യേകമായിട്ട് ഒരു വീലൊക്കെ വലുതായിട്ടാണ് നമുക്ക് തോന്നിയത്. ഈ ഒരു സൈക്കിളൊക്കെ എങ്ങനെയായിരിക്കും അവർ ഓടിച്ചിട്ടുണ്ടാവുക? ഭയങ്കര വലിയൊരു സൈക്കിൾ. എന്ത് പാടായിരിക്കില്ലേ ആ സൈക്കിൾ ഓടിക്കാൻ? ഇവിടെ നമുക്ക് ഒരു ക്രിക്കറ്റ് ബാറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒളിമ്പിക്സിൻ്റെ വിവിധതരം മെഡലുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാണുന്ന ഫ്രണ്ട്ഷിപ്പ് ബാൻഡുകളാണ്. അതായത് കായിക താരങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഒളിമ്പിക്സിൻ്റെ സ്പിരിറ്റ് നിലനിർത്താൻ വേണ്ടി കൈമാറിയ ഫ്രണ്ട്ഷിപ്പ് ബാൻഡുകളാണ് ഈ കാണുന്നത്. നമ്മൾ അടുത്ത ഒരു ഗാലറിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഓരോ സ്പോർട്സിലും വിജയിച്ച ആളുകളുടെ ഹിസ്റ്ററിയാണ് കാണിച്ചിരിക്കുന്നത് മൊത്തം. ഇവിടെ മൊത്തം സൈക്കിൾ റേസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഫുൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഒരു ചെറിയ വീഡിയോ ഒക്കെ കൊടുത്തിട്ട് ഫുള്ള് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫേമസ് ആയിട്ടുള്ള എല്ലാ സ്പോർട്സ് ആളുകളുടെ പേരും ഫോട്ടോയും അവരുടെ അച്ചീവ്മെൻറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെസ്സിയുടെയും ഡേവിഡ് ബെക്കാം, വിരാട് കോഹ്ലി, നെയ്മർ അവരുടെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ടെന്നീസ് പ്ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. റോജർ ഫെഡറർ, അതുപോലെ തന്നെ സ്റ്റെഫി ഗ്രാഫ്, അവരുടെയൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്വന്തം സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അച്ചീവ്മെൻറ്റ്സും ഫുള്ള് അദ്ദേഹത്തിൻ്റെ ബാറ്റും ചെറിയൊരു വീഡിയോയും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡ് മൊത്തം ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ കാര്യങ്ങളാണ് കാണിച്ചേക്കുന്നത്.
ഓരോ മേഖലകളിലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മൊത്തം കാണാൻ പറ്റുന്നത്. നമ്മൾ ഇതുവഴി നടക്കുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ ഇൻസ്പയർ ആവും. കാര്യം അവരുടെയൊക്കെ ആ ഒരു സ്റ്റോറീസും അതുപോലെ അവർ എത്ര വർഷത്തെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടായിരിക്കും അല്ലേ അവരവരുടെ ഡ്രീം അച്ചീവ് ചെയ്തത്. ശരിക്കും നമുക്കതൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ് ഇതുവഴി നടന്നു പോകുമ്പോൾ. അത്രയ്ക്കും ഓരോന്നും ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്യും. ഇവിടെ നമുക്ക് ബ്രൂസ് ലീയുടെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചേക്കുന്നത്. കണ്ടോ, അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വീഡിയോയും ഉണ്ട്, ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് മൈക്കൽ ഷുമാക്കറിനെ കാണാം. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടോ താഴെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലേ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ സ്പോർട്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ സ്ഥലം. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടും. കാര്യം ധാരാളം ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും നല്ല രീതിയിൽ ഇവിടെ ഇഷ്ടപ്പെടും. ഇവിടെ നമുക്ക് ധാരാളം ജേഴ്സികൾ കാണാം, അതുപോലെ തന്നെ മെഡലുകളും കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. വളരെ മനോഹരമായിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ നമുക്ക് ക്യാമൽ റേസിംഗ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് മറ്റൊരു സംഭവം കാണാൻ പറ്റിയത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒളിമ്പിക് ഫ്ലെയിമാണ്. ഒളിമ്പിക് ഫ്ലെയിം എന്നത് ഒളിമ്പിക് ഗെയിം ആരംഭിക്കുന്ന സമയത്ത് തെളിയിക്കുന്ന ഒരു പ്രത്യേക തീപ്പന്തമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒളിമ്പിക് ടോർച്ചുകളാണ് ഇവിടെ നമുക്ക് മൊത്തം കാണാൻ പറ്റുന്നത്. ഒളിമ്പിക് ഗെയിംസിൻ്റെ ഒരു പ്രതീകമാണ് ഈ ഒരു ടോർച്ചുകൾ. ഇവിടെ വിവിധ രാജ്യങ്ങളിലെ ഒളിമ്പിക്സിന് ഉപയോഗിച്ചിരുന്ന ധാരാളം ഒളിമ്പിക് ടോർച്ചുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓരോ ഒളിമ്പിക്സ് തുടങ്ങുമ്പോഴും ആ ഒരു ഫ്ലെയിം കത്തിച്ചിട്ടാണ് ആ ഒരു ഒളിമ്പിക്സ് അവിടെ ആ രാജ്യത്ത് തുടങ്ങുന്നത്. ആ ഒളിമ്പിക്സ് തീരുന്നിടം വരെ ആ ഒരു ഫ്ലെയിം അണയാൻ പാടില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഇവിടുത്തെ ഇന്റീരിയർ ഡിസൈനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ്. ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മ്യൂസിയം നിർമ്മിച്ചത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ടോർച്ച് ടവറും അതുപോലെ തന്നെ വില്ലാജിയോ മാളും ഒക്കെ വരുന്നത്. വില്ലാജിയോ മാളിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണേ. ഇവിടെ നമുക്ക് 2022 ഖത്തർ ഫിഫ വേൾഡ് കപ്പിലെ സ്റ്റേഡിയങ്ങളുടെ മോഡലുകളാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മൊത്തം വേണം ഇത് മൊത്തം കാണാനായിട്ട്. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ എന്തായാലും കുറേ ഗെയിംസുകളായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു മ്യൂസിയത്തിൻ്റെ കാഴ്ചകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഫോർമുല 1 പറ്റി കൂടുതൽ അറിയാൻ പറ്റി, അതേപോലെ തന്നെ സ്പോർട്സിനെ പറ്റി അറിയാൻ പറ്റി, ഒളിമ്പിക്സിനെ കുറിച്ച് ധാരാളം അറിവുകൾ നമുക്ക് ലഭിച്ചു. സ്പോർട്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.